Sherinz Bestന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിംഗ് സ്നാക്കാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതാണ് പഴം ചേർത്തുണ്ടാക്കിയ ഉണ്ടംപൊരി. കുറച്ച് പരിഷ്കരിച്ച് പറഞ്ഞാൽ സ്വീറ്റ് ബോണ്ട എന്നും പറയാം. വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ വിശപ്പൊന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വീട്ടിൽ പഴം ചെറുതായെന്ന നിറം മാറി പിന്നെ ആർക്കും അത് വേണ്ട. അപ്പോൾ ഇതുപോലെ ഉണ്ടംപൊരി ഉണ്ടാക്കി കഴിച്ചാലോ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 പൂവൻ പഴമാണ്. ഏത് ചെറുപഴം വേണേലും എടുക്കാം. പിന്നെ ഒരു തേങ്ങ ചിരവിയത്, 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ പഴത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് മറ്റ് ചേരുവകളുടെ അളവും കുറയ്ക്കാം കേട്ടോ. ആദ്യം പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കണം. പിന്നെ പഴവും തേങ്ങയും അരിപ്പൊടിയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ പഴം നന്നായി കൈകൊണ്ട് ഉടച്ചെടുക്കണം. ഇതിൽ മൈദയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അരിപ്പൊടി മാത്രമായതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഒന്ന് തണുക്കുമ്പോഴേക്കും ടേസ്റ്റ് കൂടും. അത്യാവശ്യം തേങ്ങ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാടൻ രുചി കിട്ടണമെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കൈവെള്ളയിൽ അല്പം എണ്ണ പുരട്ടി ഓരോ ഉരുളകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറമെ മുരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഒരു സൈഡ് ബ്രൗൺ നിറാവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എപ്പോഴും ഇതുപോലെ എന്ത് സാധനങ്ങൾ പൊരിച്ചെടുക്കുമ്പോഴും ഒരു പ്ലേറ്റിൽ 2 or 3 ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മേലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കൂടുതലായിട്ടുള്ള ഓയിലൊക്കെ അത് വലിച്ചെടുത്തോളൂ. ഇപ്പം നമ്മുടെ ഉണ്ടംപൊരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാം. ഇനി ആരും പഴമൊന്നും വെറുതെ കളയണ്ട കേട്ടോ. അപ്പോൾ വീട്ടിലിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.